Welcome to the first session of the course Electrical Technology, and this course is for the branches Electronics and Communication, Electronics Engineering and Biomedical Engineering. And this session we discuss the AC fundamentals, that is the concept of alternating voltage and current, complex waveforms, representation of alternating quantities, definition of the terms that is used in alternating current. These are cycle, time period, frequency, amplitude, phase, average value, RMS value and form factor. Introduction. Electrical engineering has been accepted as the form of energy which is clean and easy to transmit from one place to another. Electrical engineering is a branch of study which deals with the generation, transmission, distribution and utilization of electricity. നമ്മുടെ വീടുകളിൽ എത്തുന്ന ഇലക്ട്രിസിറ്റി വളരെ ദൂരെ ഉള്ളൊരു സ്ഥലത്ത് അത് ജനറേറ്റ് ചെയ്യുന്നു. ജനറേറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രിസിറ്റി അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, നമ്മുടെ വീടിലെ അടുത്തുള്ള സബ്സ്റ്റേഷനിൽ എത്തുന്നു, അവിടുന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫൈനലി ദാറ്റ് ഇലക്ട്രിസിറ്റി റീച്ചസ് അവർ ഹോം. നമ്മളത് ലാംപ്സ്, മോട്ടോഴ്സ് ഒക്കെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് കണക്ട് ചെയ്ത് അതിനെ ഉപയോഗിക്കുന്നു. That is the electrical engineering that deals with the generation, then transmission and then distribution and finally the utilization of electricity. Then electronics engineering is a branch of electrical engineering which deals with the theory and use of electronic devices in which electrons are transported through vacuum, gas or semiconductors. The modern computers and digital communication systems are advances of electronics. Then ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ എന്തിന് ഇലക്ട്രിക്കൽ പഠിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. ഒരു ഓവറോൾ എല്ലാ ബ്രാഞ്ചസിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ബയോമെഡിക്കൽ, എല്ലാ ബ്രാഞ്ചസും ഇൻ്റർ കണക്റ്റഡ് ആണ്. ജസ്റ്റ് കൺസിഡർ എ റോബോട്ട്. ഒരു റോബോട്ടിക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആവശ്യമാണ്. അവരതിൻ്റെ മെക്കാനിക്കൽ പാർട്സ് ഡിസൈൻ ചെയ്യുന്നു. ആ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്, ദാറ്റ് ഈസ് ദ റോബോട്ടിക്സ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യണം, റെഡ്യൂസ്ഡ് വാല്യൂ ഓഫ് ഇലക്ട്രിസിറ്റി. ദെൻ അത് എങ്ങനെ, അതായത് ഒരു മൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രോഗ്രാമിംഗ് സൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ നോളജ് ആവശ്യമാണ്. സോ കൺസിഡർ ദാറ്റ് എവറി ബ്രാഞ്ചസ് ആർ ഡിപ്പെൻഡൻറ്റ്. ഒരു ബ്രാഞ്ചിനും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. എവറി ബ്രാഞ്ചസ് ആർ ഡിപ്പെൻഡൻറ്റ്. സോ ആസ് ആൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ യു ഹാവ് ടു നോ ദ ബേസിക് നോളജ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. ആൻഡ് ദ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് and which deals with the electronic devices. Then നിങ്ങൾ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ബേസിക് കൺസെപ്റ്റുകളാണ്. ഇലക്ട്രിക് കറണ്ട്. ഇൻ എനി ഇലക്ട്രിക് കണ്ടക്ടിങ് മെറ്റീരിയൽ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് ഇലക്ട്രിക് കറണ്ട്. ഒരു ബാറ്ററി സോഴ്സ് കണക്ട് ചെയ്യുന്നു. സോ ദാറ്റ് വിൽ കോസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത്. And the flow of electrons, that is known as electric current. Then any substance, copper, aluminum or silver, which has a large number of free electrons will permit the flow of electrons when electrical pressure in the form of EMF is applied. ഒരു കണ്ടക്ടറിൽ ഒരു EMF അപ്ലൈ ചെയ്തു, അതിൻ്റെ അകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് there will be a movement of electronics and that will cause the current flow. Since these materials conduct electricity, they are called conductors.
current is assumed to flow from positive to negative terminals. Movement of electrons are from negative to positive terminals. നിങ്ങൾ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും നെഗറ്റീവ് നിന്ന് ബാറ്ററി നെഗറ്റീവ് സൈഡിൽ നിന്ന് പോസിറ്റീവ് സൈഡിലേക്കാണ്. ആൻഡ് ദ current flow is from positive to negative terminals. And the unit of current is ampere. Next time, resistance. Resistance is the opposition to the flow of current in a given material. ഒരു മെറ്റീരിയലിലെ ഇലക്ട്രിക് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. Since the current is the flow of electrons, resistance is the opposition offered by a material to the flow of free electrons. ഫ്രീ ഇലക്ട്രോൺസിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. The unit of resistance is ohm. There is another equation for resistance. R is equal to rho L by A, where rho is the resistivity of the material, L is the length of the material, and A is the area of cross section of the material. Electromotive force, in short EMF. EMF produces a force or pressure that causes the free electrons in a body to move in a particular direction. ഇലക്ട്രിക്കൽ പ്രഷർ തന്നെയാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ പ്രഷറിനെയാണ് ഇ എം എഫ് എന്ന് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് എ ചാർജ്ഡ് ബോഡി ടു ഡു വർക്ക് ഇൻ അട്രാക്റ്റിംഗ് ഓർ റിപ്പല്ലിംഗ് ചാർജസ് ഈസ് കോൾഡ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ. ദ യൂണിറ്റ് ഓഫ് ഇ എം എഫ് ഈസ് വോൾട്ട്. ദെൻ വോൾട്ടേജ് ആണോ കറണ്ട് ആണോ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവാം. ആൻഡ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് ദ സ്റ്റാർട്ടിംഗ് മെക്കാനിസം ആൻഡ് ദ കറണ്ട് ഈസ് ദ റിയാക്ഷൻ ടു ദ അപ്ലൈഡ് വോൾട്ടേജ്. കൊടുക്കുന്ന വോൾട്ടേജ് ആണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് മെക്കാനിസം, അതിൻ്റെ റിയാക്ഷനാണ് കറണ്ട് എന്ന് പറയുന്നത്. Ohm's law. Ohm's law states that at constant temperature, voltage between two terminals of a current carrying conductor is directly proportional to the current. ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിനെ ക്രോസായിട്ട് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ദർ വിൽ ബി എ കറണ്ട്. ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ദർ വിൽ ബി എ കറണ്ട് ഐ. മാത്തമാറ്റിക്കലി we can write that voltage is directly proportional to the current. Proportionality remove ചെയ്താൽ we can write V is equal to I into R, where R is known as resistance and that is the constant of proportionality. Next, voltage sources. There are two different types of voltage sources. One is DC voltage source, and DC means direct current. It is unidirectional, അതായത് ആ കറണ്ട് മൂവ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമായിരിക്കും. ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഈസ് ഫിക്സഡ് ഓവർ ദ ടൈം. സമയം വ്യത്യാസമായാലും ദ മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം. എ സി വോൾട്ടേജ് സോഴ്സസ്. എ സി ഇൻഡിക്കേറ്റ്സ് ദ അൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് ദ കറണ്ട് ഫ്ലോ ഈസ് ബൈ ഡയറക്ഷണൽ, കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് മാഗ്നിറ്റ്യൂഡ് വിത്ത് ടൈം. ഫസ്റ്റ് ഈസ് ദ ഡി സി കറണ്ട് ആണ്. As the time varies, the voltage is a constant value, and ഇത് പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ. That means it is unidirectional. Coming to the second alternating current, ടൈം വേരി അനുസരിച്ചിട്ട് സീറോയിൽ നിന്ന് മാക്സിമം എത്തി, വീണ്ടും അത് മിനിമത്തിലേക്ക് വന്നു, സീറോ ക്രോസ് ചെയ്ത് നെഗറ്റീവ് സൈഡിലേക്ക് പോയി, റീച്ചസ് നെഗറ്റീവ് മാക്സിമം ആൻഡ് ദെൻ ബാക്ക് ടു സീറോ. So this is bidirectional, and also the magnitude is varying with the time. Alternating waveforms. The quantity that can be current ആവാം, വോൾട്ടേജ് ആവാം, which flows in both direction at regular intervals of time is said to be alternating quantity. ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഫ്ലോ ചെയ്യുന്ന, ബൈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. കറണ്ടാണ്. കറണ്ട് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, റീച്ചസ് പോസിറ്റീവ് മാക്സിമം, വീണ്ടും സീറോയിലേക്ക് എത്തി, ദെൻ ഗോസ് ടു ദ നെഗറ്റീവ് മാക്സിമം ആൻഡ് ദെൻ ബാക്ക് ടു സീറോ. ഇവിടെ കാണിച്ച വേവ് ഫോം എല്ലാം സൈനുസോയിഡൽ വേവ് ഫോമാണ്. ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഫസ്റ്റ് ഈസ് ദ സൈനുസോയിഡൽ, സെക്കൻഡ് സ്ക്വയർ വേവ്, ആൻഡ് ദ തേർഡ് വൺ ഈസ്
triangular wave. Then complex waveforms. Complex waveforms are those which depart from the ideal sinusoidal waveform. യഥാർത്ഥത്തിലുള്ള ഐഡിയൽ ആയിട്ടുള്ള സൈനുസോയിഡൽ വേവ് ഫോമിൽ നിന്ന് മാറി ഉള്ള വേവ് ഫോംസിനാണ് കോംപ്ലക്സ് വേവ് ഫോം എന്ന് പറയുക. അല്ലെങ്കിൽ ദാറ്റ് കണ്ടെയ്ൻസ് മോർ ദാൻ വൺ sinusoidal waveform. That is, all alternating complex waves which are periodic and have equal positive and negative half cycles can be shown to be made up of a number of pure sine waves having different frequencies, but all these frequencies are integral multiples of that of the lowest alternating wave. ഈ ഡോട്ടർ ലൈൻ കാണിച്ചിരിക്കുന്നത് ഒരു പ്യുവർലി ഐഡിയലി സൈനുസോയിഡൽ വേവ് ഫോമാണ്. ബാക്കിയുള്ളതെല്ലാം ഡിഫറെൻറ്റ് വേവ് ഫോംസ് ആണ്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ആൻഡ് ഒന്നിൻ്റെ മൾട്ടിപ്പിൾ ടൈംസ് ആയിരിക്കും അടുത്ത ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിനെ കമ്പൈൻ ചെയ്യുന്ന വേവ് ഫോംസിനെയാണ് നമ്മൾ കോംപ്ലക്സ് വേവ് ഫോംസ് എന്ന് പറയുക. Then coming to the definitions, one is cycle, and the cycle is known as one set of positive values and one set of negative values of an alternating quantity constant cycle. അടുത്തടുത്തുള്ള ഒരു പോസിറ്റീവ് വാല്യൂം നെഗറ്റീവ് വാല്യൂം കൂടെ കമ്പൈൻ ചെയ്യുന്നതിനാണ് സൈക്കിൾ എന്ന് പറയുക. സോ ദിസ് ഈസ് വൺ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് ദിസ് ഈസ് എ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. സോ ദിസ് ഈസ് എ cycle. Then another time is time period. The time period is the time taken for one cycle is known as time period. For this here T3 is the time period. One cycle ന് എടുക്കുന്ന സമയത്തെയാണ് time period എന്ന് പറയുന്നത്. Then another time is frequency. Frequency is the total number of cycles per second. The total number of cycles of EMF or current per second is called the frequency. അതായത് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് ഉണ്ടെന്നുള്ളതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇവിടെ കൺസിഡർ ചെയ്യാം, ഇവിടെ 2 സൈക്കിളുണ്ട്. ഇത് ഫസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ദിസ് ഇസ് ദ സെക്കൻഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ദിസ് ഇസ് ദ സെക്കൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. സോ ഹിയർ ദർ ആർ 2 സൈക്കിൾസ്. ഈ 2 സൈക്കിളിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡാണ്. സോ ദ ഫ്രീക്വൻസി ഈസ് 2 നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഇവിടെ 2 സൈക്കിൾസ് ഉണ്ട്. സോ ദ സൈക്കിൾസ് പെർ സെക്കൻഡ് ഈസ് നോൺ ആസ് ഫ്രീക്വൻസി. സോ ഹിയർ ഫോർ ദിസ് എക്സാമ്പിൾ എത്ര സൈക്കിൾ? 2 സൈക്കിളുണ്ട്. എത്ര സമയം? ഒരു സെക്കൻഡിൽ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ദ ഫ്രീക്വൻസി ഈസ് 2 and the unit is hertz. നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന KC സപ്ലൈയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്, ഓർ 50 സൈക്കിൾസ് പെർ സെക്കൻഡ്, ഓർ നമ്മൾ പറയും 50 ഹെർട്സ് എന്ന് പറയും. 50 ഹെർട്സ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത്. സോ there is important relationship and F is equal to 1 by time period. So 50 cycles per second ആണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുക. അതായത് ഒരു സൈക്കിളിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് റിലേഷൻ വെച്ചിട്ട് 20 മില്ലി സെക്കൻഡ് ആയിരിക്കും. ഒരു സൈക്കിളിന് എടുക്കുന്ന റിലേഷൻ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന KCB സപ്ലൈയിൽ ഒരു സൈക്കിളിന് വേണ്ടി എടുക്കുന്ന സമയം 20 മില്ലി സെക്കൻഡ് ആണ്. ഒരു സൈക്കിളിന് വേണ്ടി എടുക്കുന്ന സമയം ദാറ്റ് ഈസ് 20 divided by 2, 10 മില്ലി സെക്കൻഡ്. Another term is maximum value. It is the magnitude of maximum positive or negative value of an alternating quantity. So ഈ ഒരു എക്സാമ്പിളിൽ 0ൽ നിന്ന് ഒരു മാക്സിമം വാല്യൂയിലെത്തി, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദ മാക്സിമം വാല്യൂ VM. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ പീക്ക് വാല്യൂ. സോ ഹിയർ ഓൾസോ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് മാക്സിമം വാല്യൂ. Another term is average value. The average value of an alternating quantity is the sum of all its values divided by the total number of values. നമ്മൾക്ക് സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് ആവറേജ് വാല്യൂ. ദ സം ഓഫ് ഓൾ ഇറ്റ്സ് വാല്യൂസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. 2 സബ്ജക്റ്റ് സ്കൂളിൽ പഠിച്ച 2, ഒന്ന് ഇംഗ്ലീഷിന്
30 divided by 50 and the max is equal to 50 divided by 50 എന്ന് വിചാരിക്കുക. സോ ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 30 പ്ലസ് 50 ഡിവൈഡഡ് ബൈ എത്ര സബ്ജക്റ്റ്, 2 സബ്ജക്റ്റ് 2. സോ 80 by 2 that is equal to 40. That is the average value of an alternate current is the sum of its values divided by the total number of values. For a sinusoidal wave, the average value is equal to 2 Vm divided by pi, that is 0.637 Vm, where Vm is the maximum value. This is the sinusoidal wave and this is the maximum value Vm. സോ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു സൈനസോയ്ഡൽ വേവിൻ്റെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. ഒരു സൈനസോയ്ഡൽ വേവിൻ്റെ അല്ലെങ്കിൽ ഒരു സിമെട്രിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും സെയിം ആയിട്ടുള്ള ഒരു വേവ് ഫോമിൻ്റെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഹാഫ് സൈക്കിൾ മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ. സോ ഫോർ എ സൈനസോയ്ഡൽ വേവ് the average value is equal to 0.637 Vm. Then another important term, that is RMS value. The RMS indicates root mean square. Root mean square. The root mean square value. So the root mean square value, or it is also known as the effective value of an alternating quantity, is determined by considering equivalent heating effect. So consider a resistance R, a DC voltage is applied V that produces a DC current I. So what happens? ഈ റെസിസ്റ്റർ ചൂടാകാൻ തുടങ്ങും. സോ നമ്മൾ ഈ ഡി സി കറണ്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ടി സെക്കൻഡ്സിലാണ്. ടി സെക്കൻഡ്സ്. സോ ദർ വിൽ ബി എ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്. എ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ് ആൻഡ് ദാറ്റ് ഈസ് ഹീറ്റ് ഈസ് ഈക്വൽ ടു ഐ ഡി സി സ്ക്വയർ ആർ ടി, ഐ സ്ക്വയർ ആർ ടി. The same resistance R, we are giving a sinusoidal voltage VAC and there will be a sinusoidal current, we can write it as IAC. So what happens, and we are giving that AC current for the same time t seconds. So what happens, there will be a heat is produced and that heat is also proportional to IAC square RT. So the time is t seconds, small letter t seconds. So I square RT. Then considering the equivalent heating effect, that means ഈ രണ്ട് കേസിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് സെയിം ആണ്, equivalent heat. Considering the heat produced is same. So that means we can write I DC is equal to effective AC current, and that effective AC current is known as IRMS. So that is the effective or RMS value of an alternating quantity is determined by considering equivalent heating effect. രണ്ട് കേസിലും സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് കൺസിഡർ ചെയ്യുക. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് the DC current is equal to effective AC current or IRMS, root mean square value. So this is the definition of the RMS value. The effective value of an alternating quantity is that value, the value of DC current
the value of DC current which when flowing through a given circuit element, നമ്മളിവിടെ consider ചെയ്ത element എന്ന് പറയുന്നത് resistance ആണ്. For a given time, that is a DC current is supplied through a resistance for a given time will produce the same amount of heat as produced by the alternating quantity for the same circuit, that is for the same resistance for the same time, and this effective value for producing the equivalent heat in the DC and AC, that is known as RMS value of an alternating quantity. So this is the value for a sinusoidal wave. So the RMS value is equal to Vm divided by root 2, that's 1 by root 2 is 0.707 Vm, where Vm is the maximum value. This is the sinusoidal voltage and this is the maximum value Vm. So another important term that is known as form factor. The form factor is an indicator for the shape or the form of the AC waves. AC wave shape in indicate in the factor form factor. So it is the ratio of RMS value to the average value of an alternating quantity. So the form factor Kf is equal to ratio of RMS value to average value, that is 0.707 Vm divided by 0.637 Vm is equal to 1.11. So please do remember that this 1.11 is for a sinusoidal wave only. This is for sinusoidal wave.